ചെറുവത്തൂർ കുളങ്ങാട്ടുമലയിലെ മണ്ണിടിച്ചിലിൽ പ്രദേശത്തുകാർ ആശങ്കയിൽ. മഴ ശക്തമായാൽ മണ്ണിടിയാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മലയിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ വിള്ളൽ വലുതായതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇതേ തുടർന്ന് 4 കുടുംബങ്ങളെ പ്രദേശത്ത് നിന്നും മാറ്റിപ്പാർപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് കുളങ്ങാട്ടുമലയിൽ മണ്ണിടിച്ചിലുണ്ടായത്. താഴ്ഭാഗത്തെ ടി വിനീതയുടെ വീടിന്റെ ഷെഡിന് മുകളിലാണ് മണ്ണും മരങ്ങളും വന്നു പതിച്ചത്. രാത്രി 7:30 മണിയോടെ തന്നെ അസ്വാഭാവികമായ രീതിയിൽ ചെളി കലർന്ന വെള്ളം ഒലിച്ചു വരാൻ തുടങ്ങിയിരുന്നു. പിന്നാലെ വലിയ ശബ്ദത്തോടെ മണ്ണും മരങ്ങളും വീടിന് പുറകിൽ വന്നു പതിച്ചു. അപകടം മനസ്സിലാക്കിയ വീട്ടുകാർ മാറി നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റവന്യൂ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്തെ 4 വീടുകളിലെ 15ഓളം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു ഒച്ചവന്നേരം ഓടുമ്പോൾ എല്ലാവരും വീണ് വഴുതിയടിച്ചിട്ട് പിന്നെ പേടിച്ചിട്ട് പിന്നെ ഒന്നും കയ്യും കാലും പറിച്ചിട്ട് ഒന്നും കഴിഞ്ഞിട്ട് വെള്ളമാണ് ഉണ്ടായത്. പുറത്ത് ലൈനെല്ലാം കൂട്ടിയടിച്ചിട്ട് തീപ്പൊരി ഇതെല്ലാം ഉണ്ടായത്. ഇങ്ങോട്ട് ഓടേണ്ട ഒന്നും തിരിഞ്ഞിട്ട ഫുള്ള് വെള്ളമായിട്ട്. ഇപ്പോൾ ആ പറയിൽ നിന്നിട്ട ഒരു മണിക്കൂറത്തേക്ക് ഒന്നും പറ്റിയിട്ട് നമുക്കായി. കഴിഞ്ഞ മാസം മലയിൽ വിള്ളൽ വന്ന മണ്ണിടിഞ്ഞ ഭാഗത്താണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. അതേസമയം വിള്ളൽ കൂടുതൽ വലുതായത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. മഴ ശക്തമായി തുടർന്നാൽ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ ഇവർക്ക് വീടുകളിലേക്ക് മടങ്ങാനാകുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. പേടിയുണ്ട്. എന്തായാലും ഇനി ഇപ്പോഴേ അവിടെ താമസിക്കാൻ പറ്റൂല. അവിടെ എന്തെന്ന് എങ്ങനെ നിൽക്കല് ഒന്നും അറിയില്ല. തട്ട് പോലെ ആട്ടാക്കിയിട്ട് അതിന്റെ സൈഡ് ഭിത്തിയെല്ലാം കെട്ടിയിട്ട് ഒരു സുരക്ഷിതമാക്കി തരണം. എം രാജഗോപാലൻ MLA, ADMP അഖിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള തുടങ്ങിയവർ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്നും നമ്മുടെ അതേ ഒരു ഭീകര അന്തരീക്ഷത്തിലാണുള്ളത്. കുന്നുകൾ ഇപ്പോഴും ഇടിഞ്ഞ് പോകുന്ന അവസ്ഥയിലുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ നമ്മളൊക്കെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ DYFIയും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളൊക്കെ ആവശ്യമായിട്ടുള്ള സഹായങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ശാശ്വത പരിഹാരം വേണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.